നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൃഷ്ണ, അവനൊരിക്കലും എന്റെ അശ്വതിയെ കണ്ടുപിടിക്കില്ലേ? ഹലോ സർ. ശ്യാമ എവിടെയാ? വീട്ടിലാ സർ. അപ്പൊ ഇന്ന് റിയാലിറ്റി ഷോയുടെ ഓഡിഷനിൽ പങ്കെടുക്കുന്നില്ലേ? ആ ഉണ്ട്, ഞങ്ങൾ ഇപ്പൊ റെഡിയാവും. ആ, ശ്യാമ എവിടെ എത്തിക്കോ, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താണ് സർ? എന്തായാലും ശ്യാമ ഓഡിഷൻ എത്തുമല്ലോ, അപ്പൊ അറിഞ്ഞാ മതി. സാറ് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ. എന്നാ കേട്ടോളൂ, ശ്യാമ പങ്കെടുക്കുന്ന റിയാലിറ്റി ഷോ ഓഡിഷനിൽ ജഡ്ജസിൽ ഒരാള് ഞാനാ. ഓഹോ, അതെയോ? ഇത് വലിയൊരു സർപ്രൈസ് ആണല്ലോ സർ. ഓക്കെ, എന്നാ നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി സർ. സർ വിളിച്ചതിൽ സന്തോഷം. ആ ആ GK സാർ എന്നെ ഇപ്പൊ വിളിച്ചേ. റിയാലിറ്റി ഷോയിലെ ജഡ്ജിമാരിൽ ഒരാള് GK സാർ ആണെന്ന്. GK സാർ അങ്ങോട്ടുള്ള യാത്രയിലാ. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. ആ എങ്കിൽ നീ ആ സ്പെഷ്യൽ ഡ്രസ് ഒക്കെ ഇട്ട് റെഡിയായി വാ, ഞാൻ റെഡിയായി. ശരി സർ. സ്പെഷ്യൽ ഡ്രസ് പിന്നെ അതൊക്കെ ഇട്ടങ്ങ് ചെന്നേച്ചാലും മതി. ഇവളാ ഇപ്പൊ 1ാം സ്ഥാനത്താവാൻ പോണെ. ഈ മുടക്കുന്ന രൂപ വേസ്റ്റ്, അല്ലാതെന്താ. അമ്മേ, ഒരു വിവരം അറിഞ്ഞോ? എന്താ പറയ? അമ്മേ, ഇന്നൊരു അത്ഭുതം നടക്കുക. അത്ഭുതോ? എന്താ അത്? ഞാൻ വെറുതെ വിശേഷമൊക്കെ എന്ന് അറിയാലോന്ന് കരുതി ജയന്തിയെ വിളിച്ചതാ. അപ്പോഴാ ഞാൻ കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? എന്റെ അമ്മേ, ശ്യാമ ഇന്ന് റിയാലിറ്റി ഷോയുടെ ഓഡീഷന് പോവാ. ഓഡിഷനോ? അത് അമ്മയ്ക്ക് അറിയാലോ, വലിയ ഷോയാ അത്. അതില് സെലക്ഷൻ കിട്ടിയാ പിന്നെ പിടിച്ചാ കിട്ടില്ല അവളെ. അവളെ 4 ആൾ അറിയുന്ന സെലിബ്രിറ്റി ആയാലേ അതിന്റെ ദോഷം അമ്മയ്ക്കാ. ഇപ്പൊ തന്നെ അവൾക്ക് അമ്മയെ പുച്ഛോ. വലിയ ആളായ പിന്നെ കണ്ട ഭാവം നടിക്കത്തില്ല. ഒടുവില് അമ്മയ്ക്ക് നമ്മുടെ അഖിയെ തിരിച്ചു കിട്ടുമെന്നുള്ള മോഹം, അത് വെറും മോഹം മാത്രമാകും. എന്തിന്? അവസാനം ഞാനും അമ്മയൊക്കെ അവളെ തൊഴുത് നിൽക്കേണ്ടി വരും. എന്റെ അമ്മ അവളുടെ ആട്ടും തുപ്പും കേട്ടിട്ട് എനിക്കത് ഓർക്കാനേ പറ്റുന്നില്ല. ഇല്ല, ഞാൻ അതിനെ സമ്മതിക്കില്ല. അവൾക്ക് റിയാലിറ്റി ഷോയില് ഉറപ്പായിട്ടും സെലക്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനാവുമേ? അത് പറ. ഒന്നും ചെയ്യാൻ പറ്റില്ല. വരുന്നിടത്ത് വെച്ച് അനുഭവിക്ക, അത്ര തന്നെ. അവൾ ആ ഓഡിഷന് പങ്കെടുക്കാതിരുന്ന സെലക്ഷൻ കിട്ടുമോ? അതില്ല. അതിന് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കാൻ പാടില്ല. അതിനെന്താ വഴിയെന്ന് ആലോചിക്കേ. എന്റെ അഖി, ഒരിക്കലും എന്നെയോ നിന്നെയോ സംശയിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ, അത് മതി. ഒരു വഴിയുണ്ട്. അത് അല്പം കടന്ന കയ്യാ. എന്തായാലും വേണ്ടില്ല, ശ്യാമ ഇന്ന് ആ ഓഡിഷനിൽ പങ്കെടുക്കരുത്. എന്തൊക്കെ നീ ചെയ്യുന്നേ? അവളുടെ സാരി എടുത്ത് കളയാതെ. അവളുടെ സാരിയൊക്കെ എന്ത് ചെയ്യാൻ പോവാ? നീ എന്തീ കാണിക്കുന്നേ?
മോളെ ശ്യാമ നീ എന്ത് ചെയ്യാൻ പോവാ? ആ, മോളെ വേണ്ട. മോളെ എന്താ നീ കാണിക്കുന്നേ? ശ്യാമേ മോളെ മോളെ ചുമ്മാ വെറുതെ ഇരിക്കേ. ദാ, അവള് അയ്യോ, വാസുവേട്ടാ. ഞാൻ ഊഹിച്ചത് ശരിയാ. ശ്യാമ തീ കൊളുത്തി ആത്മഹത്യക്ക് ഒരുങ്ങ. അയ്യോ എന്റെ സാരി. ശ്യാമേ 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 കത്തിക്കല്ലേ. ശ്യാമേ നീ എന്ത് ചെയ്യാൻ പോവാ? ഇതെല്ലാം കത്തിക്കാൻ പോവാ. അയ്യോ എന്റെ സാരി കത്തിക്കല്ലേ. കൈയെടുക്ക. കത്തിക്കല്ലേ ശ്യാമേ. വിടാൻ. ശ്യാമേ കത്തിക്കല്ലേ. ഈ സാരികളൊക്കെ ഞാനിപ്പോ കത്തിക്കും. ശ്യാമേ എടുത്ത് വിടാൻ. കത്തിക്കല്ലേ ശ്യാമേ. ശ്യാമേ എന്റെ പുതിയ സാരി ഇതിലുണ്ട് ശ്യാമേ. ആ, ഇപ്പൊ തന്നെ എനിക്ക് പുതിയ ഡ്രസ് വേണം. ഏ അയ്യോ അത് അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഞാൻ പുതിയ ഡ്രസ് വാങ്ങിക്കൊണ്ടുവരാം. ആ, അപ്പൊ നീ തന്നെ ഈ വൃത്തികേട് ചെയ്തതല്ലേ? ആ ആ, സംസാരിച്ച് സമയം കളയണ്ട. വേഗം പോയി ഡ്രസ് കൊണ്ടുവാ. ഞാൻ ഒരുപാട് ക്ഷമിച്ചു. ഇനി എനിക്ക് പറ്റില്ല. പോയി ഡ്രസ് കൊണ്ടുവാ. ആ കൊണ്ടുവരാം, വേഗം കൊണ്ടുവരാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. നീ ഡ്രസ് കത്തിക്കല്ലേ. മോളെ ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇടാൻ വേറെ നല്ല ഡ്രസ്സൊന്നുമില്ല. ഇനിയും വൈകിയ ആ പ്രതീക്ഷയും കൂടി അവസാനിക്കും. എന്താ ഇവിടെ സംഭവിച്ചത്? പുറത്തു വെച്ച് ജയന്തി അടുത്തേ കണ്ടു. ഡ്രസ്സ് കട്ട് ചെയ്തെന്നോ അബദ്ധം പറ്റിയതെന്നൊക്കെ പറയുന്ന കേട്ടു. മോനെ എന്ത് ചെയ്യാനാ? മോടെ പുതിയ ഡ്രസ്സാ ജയന്തി വെട്ടിക്കീറി നശിപ്പിച്ചേ. എങ്ങനെ ഒഡീഷന് പോകുന്നു പറഞ്ഞ് മോളിരുന്ന് കരയുക. നടന്നത് നടന്നു. ഇനി അതോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? താൻ എഴുന്നേക്ക്. മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവ്. നമുക്ക് സമയത്ത് അവിടെ എത്തണം. എന്നാലും അവരിങ്ങനെ ഒരു ചതി ചെയ്തില്ലേ? അത് പോട്ടെ, അവര് ഡ്രസ്സ് വാങ്ങി വരുന്നത് കാത്തിരുന്നാൽ ശരിയാവില്ല. നമുക്ക് പുറപ്പെടാം. സർ, ഓഡീഷൻ അല്ലേ, കുറച്ചെങ്കിലും നല്ല ഡ്രസ്സ് വേണ്ടേ? എനിക്കതിലൊന്നും പങ്കെടുക്കാൻ ഭാഗ്യമില്ല. ആര് വേണമെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചോട്ടെ. പക്ഷെ ഇനി നമ്മള് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.